ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഓൾറൗണ്ടർ ട്രിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് എനിക്ക് ഓഫാണ്. കുറച്ച് മുമ്പ് എണീറ്റുള്ളൂ. ഇവിടെ ഒരു പഴയൊരു മാർക്കറ്റ് ഉണ്ട്, ഫിഷ് മാർക്കറ്റ്, മാർസസ് ലോക്ക്. അവിടെ ഒന്ന് പോയിട്ട് അവിടെ ഒന്ന് പോകണം എന്നാണെന്ന് ആലോചിക്കണത്. പോയി നോക്കാം. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മസാല ദോശ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറിലാണ്. നല്ല കാറ്റുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല കാറ്റുണ്ട്. നല്ല വെതറാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു അവിടെ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ മാർസസ് ലോക്ക് ഒരു ഫിഷിംഗ് വില്ലേജാണ്, സിറ്റി അല്ല, ഫിഷിംഗ് വില്ലേജാണ്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. എന്തായാലും സൺഡേ അവിടെ ഒരു ഫേമസ് മാർക്കറ്റൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് നോർമൽ മാർക്കറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. സൺഡേ മാർക്കറ്റ് സൺഡേയിൽ ഉണ്ടാവുള്ളൂ. സൺഡേ എനിക്ക് വർക്കുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. ഇങ്ങനെ ഓഫുള്ള സമയത്ത് ഇടയിലൊക്കെ പോവാം എന്നുള്ളതാണ് ഇപ്പോൾ പ്ലാൻ. പിന്നെ എൻ്റെ ഈ ചാനൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്യണത് 2015 ദുബായിൽ വെച്ചിട്ടാണ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഷോർട്സ് വീഡിയോസൊക്കെ അങ്ങനെ ഇട്ട് പോകുന്നതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ആലോചിക്കണത് ഇപ്പോഴത്തെ ഒരു മൈൻഡ് അനുസരിച്ചിട്ട് ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. ബ്ലോഗായിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ. ഞാൻ ഇങ്ങനെയാണ് വീഡിയോ പിടിച്ചിരുന്നത് മുന്നേ. സോ ഇങ്ങനെയാണ് കുറച്ചുകൂടി, യൂട്യൂബിന് ഇതാണ് കുറച്ചുകൂടി നല്ലത്. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു കമൻറ്റ് ഓഫാണെന്നൊക്കെ. അത് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടാണ്. ഇങ്ങനെ ഇട്ടാൽ കുഴപ്പമുണ്ടാവില്ല, ഫുൾ സ്ക്രീനിൽ കാണുകയും ചെയ്യാം. അപ്പോൾ തോന്നുന്ന പോലെ ഞാൻ വീഡിയോ ഇടാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നല്ല അടിപൊളി വെതറാണ്. എന്തായാലും പോയി നോക്കാം. ബീച്ച് സൈഡ് മാർസസ് ലോക്ക് വില്ലേജ് ഫിഷിംഗ് വില്ലേജ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി അവിടെ ഉണ്ടാവും. എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഗാന്ധി തന്തൂരി, ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നാണ് ഞാൻ കഴിക്കാറ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഉണ്ടാക്കാറുണ്ട് വല്ലപ്പോഴും. ഒന്ന് ഓഫായതുകൊണ്ട് ഒരു മടി. പിന്നെ എണീറ്റപ്പോൾ ലേറ്റായി. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു ഫിഷ് ഷോപ്പാണ്. നല്ല മീനിൻ്റെ മണം വരുന്നുണ്ട് ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ. വേണമെങ്കിൽ ഒന്ന് കണ്ട് നോക്കാം. അതിലും കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഫിഷൊന്നും മേടിച്ചിട്ടില്ല. ഒക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ്. നല്ല റേറ്റും ഉണ്ട് കേട്ടോ. വെറൈറ്റി ഫിഷുകളൊക്കെ കാണാം. നാട്ടിൽ കാണാത്ത ഫിഷുകളൊക്കെ ഇവിടെ കാണാം. എന്താ നല്ല വലുപ്പമുണ്ട്. ഇതൊന്നും ഞാൻ അതൊക്കെ ആദ്യമായിട്ട് കണ്ട ഫിഷ്. ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഫ്രോസണും കിട്ടും, ഫ്രഷും കിട്ടും. അതെ, കലമാരി. ഇവർ കലമാരി എന്ന് പറയാം. നമ്മുടെ കൂന്തൽ, അതിൻ്റെ പല സൈസ്. ഇത് നീയാഴി, അടിപൊളി. ഇത് വേറെ ടൈപ്പ് കൂന്തൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ, എനിക്ക് വിഷമിട്ട് വയ്യ. ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ക്യാമറയും ഒക്കെ പിടിച്ച് സംസാരിച്ച് പോകാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആണ് എനിക്ക്. ഒത്തിരി സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കൽ വളരെ കുറവാണ്. നമ്മളെ ഷോപ്പെത്തി. എന്തായാലും കഴിച്ചിട്ട് കാണാം. നമ്മൾ ഗാന്ധി തന്തൂരിലെത്തി. ബായി വന്ന് ഓർഡർ എടുത്തിട്ടുണ്ട്. ഞാൻ സ്ഥിരം വരാറിലുണ്ടെന്ന് അവർക്കറിയാം ഞാൻ എന്താ കഴിക്കാം. എന്തായാലും വരട്ടെ. നമ്മൾ ദോശ വന്നിട്ടുണ്ട്. എന്തായാലും കഴിക്കട്ടെ. ഓക്കെ. ഒരു മസാല ദോശ കഴിച്ചിട്ട് വിശപ്പൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഒരു ചൂട് വട, ക്രിസ്പി വട, സാമ്പാർ ചട്നി, അതിൻ്റെ ഓർഡർ ചെയ്തു. ചൂട് സാധനം. ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഷൊർണൂടെ കിട്ടുമല്ലോ, എന്താ മാതിരി വേണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇറങ്ങിട്ടോ കഴിച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിച്ചപ്പോൾ 700 രൂപ എന്നുള്ളത് 700 യൂറോ എന്ന് മാറി പറഞ്ഞിരുന്നു മസാല ദോശയ്ക്ക്. ഇപ്പോൾ 2 വടയും ഒരു ചായയും ഒരു മസാല ദോശ ആയിട്ട് 10 യൂറോ ആയിട്ടുള്ളൂ. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല.
ബസ്സിൻ്റെ സമയം നോക്കിയിട്ടില്ല, അത് നോക്കണം. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ ബസ്സിന് പോകണം. കാരണം ബസ് മാറി കയറാനുണ്ട്. ഞാൻ ബുജീബയിലാണുള്ളത്. നമ്മൾക്ക് പോകാനുള്ളത് മാർസസ് ലോക്ക്, മാൾട്ടയുടെ തന്നെ വേറെ എൻഡിലാണ്. ബസ്സിന് പോകേണ്ടതാണ് ഇത്രയും ദൂരം. കാരണോ അല്ലെങ്കിൽ ബൈക്കിനൊക്കെ ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ മതി. നമ്മൾ ബസ് വരുന്നുണ്ട്. ബസ് വരുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ നമ്മൾ വല്ലത്തേലെത്തി. ഇനി ഇവിടുന്ന് വേറെ ബസ് പിടിച്ചിട്ട് 81 പിടിച്ചിട്ട് മാർസസ് ലോക്കിലേക്ക് പോകണം. അപ്പോൾ സമയം വൈകിട്ട് 4 മണിയായി. വെയിലിനൊരു കുറവുണ്ട്. എന്തായാലും തിരിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ ലേറ്റ് ആവും. വല്ലറ്റേന്ന് മാർസസ് ലോക്കിലേക്ക് പോകുന്ന ബസ് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. A6 ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. മാർസസ് ലോക്കിലേക്ക് പോകുന്ന ഈ ബസ് സ്റ്റോപ്പിൽ A6 ബസ് വന്നിട്ടില്ല, സമയമുണ്ട്. അങ്ങനെ ബസ് വന്നു. ബസ്സിൽ നമ്മൾ കയറി. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. കാണുന്നതാണ് മാർക്കറ്റ്. നമ്മളങ്ങോട്ട് എത്തണുള്ളൂ. 100 മീറ്റർ കൂടെ നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തി. മാൾട്ടയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ് മാർസസ് ലോക്ക്. വൈകിട്ടായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇതാണ് ഇവിടുത്തെ ചർച്ച്. ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതാണ് ഒരു എൻഡ്. ഈ എൻഡിൽ നിന്ന് കർവ് ചെയ്തിട്ടൊരു 2 കിലോമീറ്റർ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഞാൻ നടക്കാനുള്ള സ്പോട്ടാണ്. അതിൻ്റെ അപ്പുറത്താണ് ഷോപ്സും മാർക്കറ്റും എല്ലാം വരുന്നത്. ഈ നിരത്തിയിട്ടിരിക്കുന്ന കംപ്ലീറ്റ് ഫിഷിംഗ് ബോട്ടാണ്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് മാർക്കറ്റ്, റൈറ്റ് സൈഡ് ഷോപ്സ്. ഇവിടെ നിന്നാണ് തുടങ്ങണം. ഷോപ്പുകളൊക്കെ ഓണാണ്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ഇവിടുന്ന് ബോട്ട് റെൻറ്റിനെടുത്തിട്ട് സെൻറ്റ് പീറ്റർ പൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ആൾക്കാർ നീന്താനൊക്കെ പോകുന്നൊരു ഏരിയയാണ്. അങ്ങോട്ട് പോവാം. ഒരു ചെറിയൊരു കുളമുണ്ട്. ആൾക്കാർ ഇതിൽ കോയിൻസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ മീനുണ്ട് കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടോ? ഇതിൽ മീനുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഒരു കുട്ടിയും ഒരു പൂച്ചയും മീന് പിടിച്ചിട്ട് വരുന്ന ഒരാൾ. മാൾട്ടയുടെ ട്രഡീഷണൽ മീൻ പിടിക്കാൻ പോകുന്ന ട്രഡീഷണൽ ബോട്ടാണ് ഈ കിടക്കുന്നത്. ഞാൻ അതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് പള്ളി. യൂറോപ്പിൽ പിന്നെ അറിയാമല്ലോ, ഒരു പള്ളിയും അതിനോടനുബന്ധിച്ച് ഒരു സ്ക്വയറും ഒരു ചെറിയൊരു മാർക്കറ്റൊക്കെ ഉണ്ടാവും. അവിടെ ഒരു ഷിപ്പ് കിടപ്പുണ്ട്. നമുക്കൊന്ന് നടന്നു നോക്കാം. ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്ന് കാണാവുന്ന ഒരു ചെറിയൊരു വില്ലേജാണിത്. മാൾട്ടയിലത്തെ ഒരു വില്ലേജാണിത്. ടൗണൊന്നും പറയാൻ പറ്റില്ല. മീൻ ഓടിക്കളിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ മീൻ കിട്ടും. മീൻ കുഞ്ഞുങ്ങളാണ്. ഇതേ ഇഷ്ടം പോലെ ഉണ്ട്. ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഒരുപാടുണ്ട്. ഇത് ഞാൻ കാര്യമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഈവനിങ്ങിൽ ഇവിടെ എല്ലാവരും ഇത് തന്നെ ആയിരിക്കും ഇവിടെ പണി. ചൂണ്ടയിടാൻ വരിക, നടക്കുക. ടൂറിസ്റ്റുള്ള ഗ്രൂപ്പുണ്ട്. ഇവിടെ പിന്നെ ഫിഷിങ്ങിനായിട്ടുള്ള
മറ്റേ ചൂണ്ടൊക്കെ മേടിക്കാൻ പറ്റുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടാവും ഇവിടെ. അവിടുന്ന് മേടിക്കുക, ഇവിടെ വന്ന് ചൂണ്ടയിടുക. പിന്നെ ഒരുപാട് ബോട്ടിംഗ് ട്രിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനായിട്ട് കുറേ ഏജൻറ്റുമാരും ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ. ഒരുപാട് ട്രിപ്പുണ്ട് ഇവിടുന്ന്. വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ബീറൊക്കെ അടിച്ച് ഇരിക്കണം എല്ലാവരും. ഒരുപാട് മീൻ കിട്ടും, ചെറുതും വലുതുമായിട്ട് ഇഷ്ടം പോലെ. ബ്രെഡിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തപ്പോൾ എല്ലാവരും കൂടി വന്നാണ്. ഒരുപാടുണ്ട്. ആഹാ, നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓ, അടിപൊളി. അപ്പുറത്ത് ബാറും അപ്പുറത്തെ സ്ട്രീറ്റ്, കടൽ. നൈസ് വ്യൂ അല്ലേ. വൈകിട്ട് പണി കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ബീറൊക്കെ അടിച്ചതിനിരിക്കുക. അതാണ് ഇവരുടെ ഒരു ശീലം. എല്ലും മുറി പണിയെടുക്കുക, പല്ല് മുറി അടിക്കുക. ക്യാമറ എങ്ങനെ വെച്ച് എവിടെ വെച്ച് കഴിഞ്ഞാലും എന്താ പറയുക, ഫ്രെയിമാണ്. പോർട്രേറ്റ് പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ നല്ലൊക്കെ സ്പോട്ടാണ്. നിർഭാഗ്യവശാൽ ഞാൻ ഒറ്റ ഫോട്ടോ എടുക്കാൻ വെച്ചേ. എന്നാൽ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫേസ് ഇല്ലാത്ത കുറേ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് കാണാൻ. ഒരു ബോട്ട് ഇവിടെ കരക്കി കയറ്റി വെച്ചിട്ടുണ്ട്. എന്ത് പറ്റിയാവും? പഞ്ചറാണോ? ആ, പഞ്ചറാണ്. കണ്ടില്ലേ, ഓട്ടയുണ്ട്. വെറുതെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പണിക്ക് വേണ്ടി കയറ്റി ഇരുത്തിയതാവും. നല്ല വലിപ്പമുണ്ട് കേട്ടോ. വൈകിട്ട് കഥ പറഞ്ഞിരിക്കുന്ന അപ്പൂപ്പന്മാർ. അവിടെയും ബാർ, ഇവിടെയും ബാർ, അടി തന്നെ അടി. ഇവിടെ ശരിക്കും രാവിലെ വരണം. രാവിലെ വരുമ്പോൾ നല്ല ഫ്രഷ് മീനും മീൻ മാർക്കറ്റും കടലിൽ പോയിട്ട് തിരിച്ചു വന്ന ബോട്ടുകളിൽ നിന്നൊക്കെ നല്ല മീനൊക്കെ മേടിക്കാൻ കിട്ടും. ഇവിടെയാണ് മാൾട്ടയിൽ കുറച്ച് ചീപ്പായിട്ട് മീൻ കിട്ടുന്ന സ്പോട്ട് കിട്ടാം. കുറേ ഇന്ത്യക്കാരും മലയാളികളൊക്കെ ഇവിടെ വരാറുണ്ട് മീൻ മേടിക്കാൻ. ഞാൻ എടുത്ത ഫോട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അടിപൊളിയാണ് ഇതിൽ പോർട്രേറ്റ് പിക്ചറിൽ കാണാൻ. ഈ ബിൽഡിങ്ങിനൊക്കെ മേളിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു മേളിൽ നിന്നുള്ളൊരു ഷോട്ട് കിട്ടിയാണ്. ഈ ബോട്ട് ഞാൻ നിർത്തിയിട്ടേക്കണത്. ഈ ഒരു ഫ്രെയിമിൽ കാണുമ്പോൾ ദുബായിലെ ഏതോ ഒരു പഴയ ദുബായിയുടെ ഒരു പഴയ ഒമാൻ്റെ ഒക്കെ ഏതൊരു കഷ്ണം വന്ന് കിടക്കുന്ന പോലെ ഇല്ലേ, യൂറോപ്പാണെന്ന് പറയും. ഇവരുടെ കൾച്ചർ, ഇവരുടെ ലാംഗ്വേജും ഒരു ലാംഗ്വേജ് അല്ല, ഒരു അറബിക് ഇറ്റാലിയൻ മിക്സാണ്. സോ അപ്പോൾ ഈ കാണുന്നതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ടൂറിസ്റ്റുകളുമായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ബോട്ടാണത്. ആ കാണുന്നത് ഡെലിമറ പവർ സ്റ്റേഷനാണ് കേട്ടോ. ആ കാണുന്നത് ചൂണ്ടക്കാരുണ്ട്, കാര്യമായിട്ട് ചൂണ്ടിടുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയാവോ? ഇതാണ് മാൾട്ടീസ് ഫ്ലാഗ്. ബക്കറ്റിൽ പിടിച്ച മീൻ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തലയിട്ട് നോക്കാം. കിട്ടിയിട്ടുണ്ട്. ചെറിയ കാറ്റുണ്ട് കേട്ടോ. ഇവർക്ക് വൈകിട്ടൊരു നേരം പോക്ക്.
കിട്ടി. പൂച്ച പൂച്ച ഫ്രഷ് മീൻ കഴിക്കട്ടെ. പച്ചമീൻ കൊടുത്തിട്ട് നിനക്ക് വേണ്ടേ? അവനടിച്ചോണ്ട് പോയി. സൂപ്പർ ഈവനിങ് ആണ്. വൈകിട്ട് അപ്പൂപ്പന്മാരുടെ ഒരു കലാപരിപാടി കാണിച്ചു തരാം. കടലിലൊരു കുപ്പി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കുപ്പിയിലേക്ക് ഇവർ ഞങ്ങൾ ചവണാന്ന് പറയും, അത് വെച്ച് അടിക്കുകയാണ്. കൊള്ളിക്കുന്നുണ്ട് കേട്ടോ, നല്ല പ്രായമുണ്ട്. പക്ഷെ ഇപ്പോൾ നല്ല ഉന്മണല്ലോ. പള്ളിയിൽ മണിയടിച്ചു, 6 മണിയായി. ഞാൻ വന്ന സമയം കുറച്ച് ലേറ്റായിരുന്നു. ഇവിടുത്തെ കടകളും കിയോസ്കുകളെല്ലാം അവരെടുത്ത് മാറ്റി. ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റുകാർ ഷെയർ ഇട്ട് കഴിഞ്ഞു. ഇനി വൈകിട്ട് ഇവിടെ വന്ന ആൾക്കാർ വൈബടിച്ച് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കും. ഇത് ഞാൻ തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ്. തിരിച്ച് പോകാനുള്ള ബസ് സ്റ്റോപ്പ് ഇതാണ്. അവിടെയാണ് മാർക്കറ്റ് മാർക്കറ്റ്. ബസ് ഇപ്പോൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. 4 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ബസ് വരുന്നുണ്ട്. നമ്മൾ പോകുന്ന വല്ലത്തേലേക്കാണ്. ബസ്സിൽ കയറി വലിയ തിരക്കൊന്നുമില്ല. സോ നമുക്ക് വല്ലത്തിൽ വെച്ച് കാണാം. ഇങ്ങനെ നമ്മൾ തിരിച്ച് വല്ലത്തേൽ തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വല്ലത്തേൽ എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇനി ഇവിടുന്ന് വേറെ ബസ് പിടിച്ചിട്ട് വേണം റൂമിലേക്ക് പോകാൻ. നമ്മൾ നേരത്തെ വൈകിട്ട് വന്നപ്പോൾ ഫൗണ്ടൻ ഓൺ അല്ലായിരുന്നു. ഒരു സൈഡ് ഓണാക്കിയില്ല. അത്യാവശ്യം വൈകിട്ടായപ്പോഴേ, നാളെ വീക്കെൻഡ് അല്ലേ, സാറ്റർഡേ സൺഡേ ഓഫാണല്ലോ, നല്ല തിരക്കായിരിക്കും ഇനി അങ്ങോട്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.